ലാൽസലാം ദൃശ്യം 3യുടെ 4-ാം ദിനം കളക്ഷൻ എങ്ങനെ? ഇന്നും സിനിമയ്ക്ക് 10 കോടിയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 115 കോടിയോളം എത്തിയെന്നുള്ള ട്രാക്കേഴ്സ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 112 തൊട്ട് 115 കോടിക്കിടയിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ദൃശ്യം ഓവർസീസിൽ നിന്ന് 65 കോടി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിനം 2.64 മില്യനും രണ്ടാം ദിനം 2.13 മില്യനും മൂന്നാം ദിനം 2.01 മില്യനും നേടി ഈ ഒരു സിനിമ $6.8 മില്യൺ അവിടെ നേടിയിരിക്കുന്നു. ഞായറാഴ്ചത്തോടെ സിനിമ $8 മില്യൺ മുകളിലേക്ക് പോകും. 80 കോടി രൂപയ്ക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. ഇനി നമുക്ക് നേരെ ഇന്നത്തെ കളക്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് വരാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമയ്ക്ക് ഇന്ന് ഞായറാഴ്ച 4-ാം ദിനത്തിൽ 8,80,00,000 രൂപ കടന്ന ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെക്കായാലും ഉള്ള കളക്ഷൻ വർധനമാണ് 8 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത്. ഇന്നലെ ഇതേ സമയം അല്ലെങ്കിൽ ഫൈനലായി വന്നത് 8,49,00,000 രൂപയായിരുന്നു. നമുക്കറിയാം ഇന്ന് പ്രീസെയിലൂടെ മാത്രമായിട്ട് 8.5 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വന്നത്. അത്രത്തോളം ഭീകരമായ തിരക്കാണ്. 5,17,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു സിനിമയ്ക്ക്. അത്രത്തോളം പ്രേക്ഷകർ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. സിനിമയുടെ ഷോ കൗണ്ടുകൾ അല്ലെങ്കിൽ തിയേറ്റർ കൗണ്ടുകൾ കുറവാണ്. അത് കൂടിയായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഓരോ ദിവസവും 15 കോടിക്കൊക്കെ മുകളിൽ കളക്ഷൻ വരാവുന്ന ചിത്രം തന്നെയാണ്. ഞായറാഴ്ചയും സിനിമയ്ക്ക് ഭീകരമായ കളക്ഷനോട് നേടുന്നതോടെ ട്രാക്കിംഗ് മുഖാന്തരം തന്നെ 38,20,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒറിജിനലായിട്ടുള്ള സിനിമയുടെ ഗ്രോസ് 40 കോടി ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു. 42 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ന് നമുക്കുള്ളത്. ഇവിടെ മോഹൻലാൽ സിനിമകൾ വരുമ്പോൾ അതിഭീകരമായ തിരക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടകത്തിൽ നിന്ന് സിനിമ 3 ദിനങ്ങൾ കൊണ്ട് നേടിയത് 7,41,00,000 രൂപയാണ്. അതായത് ഞായറാഴ്ചത്തോടെ സിനിമ 10 കോടിയിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. തെലങ്കാനയിൽ നിന്ന് 5,10,00,000 രൂപ കടന്നു. അവിടെയും 7 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതും. തമിഴ്നാട്ടിൽ 3,71,00,000 രൂപ, 5 കോടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഗംഭീര തിരക്കാണ് തമിഴ്നാട്ടിലെല്ലാം തന്നെ. റെസ്റ്റ് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് 3.5 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. 20 കോടിയോളമാണ് സിനിമയ്ക്ക് 3 ദിവസത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. 19,71,00,000 രൂപയാണ്. എന്തായാലും ഗ്രോസ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറും അതിഗംഭീരമായിട്ട് ഒരു വമ്പൻ സക്സസ്സിലേക്ക് തന്നെ സിനിമ പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 11 കോടി ആദ്യ ദിനം നേടിയ ചിത്രം 2-ാം ദിനം 9 കോടിയും 3-ാം ദിനം 9,25,00,000 രൂപയും നേടി 30 കോടിക്ക് മുകളിലേക്ക് എത്തിയിരുന്നു. ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് 50 കോടി കടന്ന ചിത്രം 2-ാം ദിനം 35 കോടിയും 3-ാം ദിനം ഏകദേശം 37 കോടിയോളം നേടിയെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 112 തൊട്ട് 115 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്നത്. എന്തായാലും ഈ വരുന്ന വാരങ്ങളിലും അവധി ദിനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വീണ്ടും കയറുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. തിങ്കളാഴ്ചയും ഗംഭീരമായിട്ടുള്ള പ്രീസെയിലാണ്. 5 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സിനിമയ്ക്ക് മണിക്കൂറിൽ 15,000-അടുത്തുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മോളിവുഡിൻ്റെ തമ്പുരാൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഇന്നത്തോടെ സിനിമ 140 കോടിയിലേക്ക് കയറും. നാളെ കൊണ്ട് സിനിമ 150 കോടിയിലേക്ക് കയറുകയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് സിനിമ 150 കോടിയിലേക്ക് കയറുന്നത്. 3 ദിവസങ്ങൾ കൊണ്ട് 100 കോടിയും 5 ദിവസങ്ങൾ കൊണ്ട് സിനിമ 150 കോടിയിലേക്കും എത്തുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽസലാം.